എന്തിഷ്യൂ? നീ എന്തിനാ ആവശ്യമില്ലാതെ അവന് കോഫി കൊണ്ടു കൊടുക്കാൻ പോയത്? അവനാണെങ്കിൽ സ്വഭാവത്തിലല്ല ജീവിക്കുന്നത്. അയ്യോ ഗൗതം, പ്രണവ് കോഫി തട്ടിത്തെറിപ്പിച്ചതൊന്നും അല്ല എന്റെ വിഷയം. പിന്നെ അതൊരു ചെറിയ വഴക്കായി. അമ്മയും ശിവാനിയും ഒക്കെ അതിൽ കയറി ഇടപെട്ടു. അതിൻ്റെ ഇടയിൽ പ്രണവ് ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. എന്ത്? സ്വത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്ത ചതിയൊക്കെ എനിക്ക് അറിയാമെന്ന് അവൻ പറഞ്ഞു. സ്വത്ത്? ഏത് സ്വത്തിന്റെ കാര്യം? അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. പ്രണവ് എന്താ അങ്ങനെ പറഞ്ഞത്? എന്റെ സംശയം ശിവാനി നമ്മളെപ്പറ്റി എന്തോ പറഞ്ഞ് പ്രണവിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്നാ. അതിന്റെ പകയില പ്രണവ് ഏത് സമയവും നമ്മളോട് വഴക്കിന് വരുന്നത്. അത് മുഴുവൻ പറയാതെ പ്രണവ് പാതി വഴിയിൽ അത് അവസാനിപ്പിച്ചപ്പോ പറയെന്ന് പറഞ്ഞ് ശിവാനി അവനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. പ്രണവ് ആ സമയത്ത് അതിനെക്കുറിച്ച് ചോദിച്ച് ഒരു വിഷയം ഉണ്ടാക്കണമെന്ന് ശിവാനി ആഗ്രഹിച്ചു എന്നുള്ളത് സത്യമാണ്. എന്തോ ഒരു സംഭവമുണ്ട്. ഉറപ്പായും അത് പറഞ്ഞു തന്നെയാ പ്രണവിനെ അവള് കുത്തിത്തിരിച്ചോണ്ടിരിക്കുന്നത്. ശരിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെരുമാറ്റം പ്രണവിൽ നിന്നുണ്ടാവാൻ യാതൊരു വഴിയുമില്ല. ശിവാനി കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഏത് വൃത്തികെട്ട വഴിയും സ്വീകരിക്കും. എന്തായാലും പ്രണവിന്റെ മനസ്സിൽ എന്താണ് തിരികെ കയറ്റിയിരിക്കുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. സത്യാവസ്ഥ പ്രണവിനെ ബോധ്യപ്പെടുത്തിയെടുക്കാൻ പറ്റിയാൽ അതോടെ ശിവാനിയുടെ മുഖംമൂടി കീറും. എനിക്ക് തോന്നിയ വേറൊരു കാര്യം പറയട്ടെ ഗൗതം. എന്താ? CKCയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് കോഫി ഷോപ്പ് ബിസിനസ് തുടങ്ങാൻ ഒരു കാരണവശാലും പ്രണവിനെ വിട്ടുകൊടുക്കരുത്. അവൻ പറഞ്ഞേ കേൾക്കില്ലല്ലോ, പിന്നെന്ത് ചെയ്യാനാ? ആ ബിസിനസ്സിലെ എനിക്ക് വിശ്വാസമില്ല. ആ ബിസിനസ് വിജയിക്കോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യമല്ലേ. ആദ്യം അവനെ നമ്മുടെ കൂടെ നിർത്തുകയാണ് വേണ്ടത്. അതിന് പ്രണവിന് കോഫി ഷോപ്പ് ബിസിനസ് തുടങ്ങാനുള്ള പണം ഗൗതമിന് കൊടുക്കാൻ പറ്റില്ലേ? ആവശ്യമുള്ള ഫണ്ട് ഗൗതം കൊടുക്കണം. അത് കഴിഞ്ഞ് അവന് സപ്പോർട്ടായിട്ട് ഗൗതം കൂടെ നിന്ന ആ ബിസിനസ്സും ഒരു വൻ വിജയമാവുമെന്ന് എനിക്ക് ഉറപ്പാ. കോഫി ഷോപ്പ് ബിസിനസ് തുടങ്ങണ്ടെന്ന് പറഞ്ഞിടത്ത് നിന്നാ പ്രധാനമായും ഈ പ്രശ്നം തുടങ്ങിയത്. ഇത് അതിനൊരു പരിഹാരം ആവുമെങ്കിൽ ആവട്ടെ. ആ ബിസിനസ്സേ വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞത് ഞാനാ. എന്നിട്ട് അത് തുടങ്ങണമെന്ന് പറഞ്ഞ് ഞാൻ പണം കൊടുത്താൽ അവൻ എന്ത് വിചാരിക്കും? ഒന്നും വിചാരിക്കില്ല. ഒരു കാരണവശാലും പ്രണവ് ആ CKCയുടെ വായിൽ ചെന്ന് വീണ് കൊടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. CKCയുടെ പണം വാങ്ങേണ്ട ഗതികേട് പ്രണവിനുണ്ടായാൽ പതുക്കെ പതുക്കെ അവൻ നമ്മളെയൊക്കെ വിട്ടിവിടുന്ന് പോവും. ശിവാനി ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അതുണ്ടാവരുത്. ഞാൻ ഈ വീട്ടിൽ മരുമകളായി വരുമ്പോൾ ഇവിടെ എല്ലാവരും എന്തുമാത്രം ഒത്തൊരുമയോടെയാണോ പോയത്, എനിക്ക് അതേ നിലയിലേക്ക് ഈ വീട് തിരിച്ചു കൊണ്ടുവരണം. ഇനിയിപ്പോ പണം കൊടുക്കാമെന്ന് പറഞ്ഞാലും പ്രണവ് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമായിരിക്കും. അത് പോട്ടേന്ന് വെക്കണം. എന്തായാലും ഗൗതമിന്റെ അനിയനല്ലേ, അവനെ രക്ഷിക്കേണ്ടത് ഗൗതം തന്നെയല്ലേ. അതുകൊണ്ട് അവന് പണം കൊടുക്കാമെന്ന് പറയൂ. പ്ലീസ് ഗൗതം, ഈ കുടുംബത്തിന് വേണ്ടിയല്ലേ, ഒന്ന് താഴ്ന്നു കൊടുക്കുക പ്ലീസ്. ഈ എനിക്ക് കിട്ടിയ ഭാഗ്യമല്ല, ഈ കുടുംബത്തിന് വരവാണ്. ഇന്ന് തന്നെ ഞാൻ അവനോട് പണം കൊടുക്കാമെന്ന് പറയാം. പോരെ? എന്താ ഏട്ടത്തി നിന്നെ തല്ലിയെന്നോ? അതെ ആന്റി, ഒരൊറ്റ അടി. അടിയെന്ന് വെച്ചാൽ നക്ഷത്രങ്ങൾ എണ്ണിയെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ശരിക്കും എണ്ണി ആന്റി. ഗൗതമിനെ പ്രണവിനെ തമ്മിൽ പിരിക്കാൻ നോക്കുന്നു ചോദിച്ചായിരുന്നു തല്ല്. പോരാഞ്ഞിട്ട് എനിക്കൊരു താക്കീതും തന്നു. അനിയനെയും ചേട്ടനെ ഒന്നിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണെന്ന്. ഈ ഏട്ടത്തിക്ക് പെട്ടെന്ന് ഇത് എന്താ പറ്റിയത്? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എല്ലാത്തിനും കാരണക്കാരി ആ നിധിയ. ഭയങ്കര ബുദ്ധി കാണിച്ച് ചതിപ്രയോഗത്തിലൂടെ CKC അങ്കിളിനെയും ജ്യോതി ആന്റിയും അവളോട് ഓടിച്ചില്ലേ. അതോടെ മൂത്ത മരുമകളോട് പാർവതി ആന്റിക്ക് ഇപ്പൊ ഒടുക്കത്തെ പ്രേമോ. ഓരോ ദിവസം കഴിയുന്തോറും ഈ വീട്ടിലെ നിധിക്കുള്ള പിൻബലം കൂടി വരിക. ഇക്കണക്കിന് പോയ നിധിയെ പുറത്താക്കാൻ വന്നാൽ ഞാൻ പുറത്താവുമെന്ന തോന്നുന്നു. നിർത്ത്. ഇങ്ങനെയൊക്കെ
പറയാൻ നാണമില്ലേ ശിവാനി നിനക്ക്? ആ CKCക്കും ജ്യോതിർമയ്ക്കും ഇവിടെ താമസിക്കാൻ അവസരം ഒരുക്കി കൊടുത്തത് തന്നെ അവരായിട്ട് നിധിയെ പുറത്ത് ചാടിക്കുമെന്ന് കരുതിയിട്ടാ. ഹോ, അവസാനം അവളുടെ മുമ്പില് അവര് മുട്ടുകുത്തി ഓടിപ്പോയി. ഇത് നിധിയുടെ വെറും വളർച്ചയല്ല, ആധിപത്യം സ്ഥാപിക്കുകയാണ് അവൾ. ഗൗതം, ഏട്ടൻ, ഏട്ടത്തി, ഒന്നിനും പോരാത്തതിന് ആ നിർമ്മല ഉൾപ്പെടെ എല്ലാവരും ഇപ്പൊ അവളുടെ പക്ഷത്താ. നോ, അതൊരിക്കലും നല്ലതിനല്ല. എന്തൊറ്റി ആന്റി? ആന്റി ഇപ്പോ നിധിയെ പേടിച്ചു തുടങ്ങിയോ? ആരുടെ മുഖത്ത് നോക്കി എന്താണ് വിളിച്ചു പറയുന്നതെന്ന് വല്ല ചിന്തയുണ്ടോ നിനക്ക്? തോൽക്കില്ല, ഒരാളുടെ മുമ്പിൽ ഈ വസുന്ധര തോൽക്കില്ല, തോറ്റു കൊടുക്കില്ല, പ്രത്യേകിച്ചും ആ നിധിയുടെ മുമ്പില്. ഞാൻ ഇപ്പൊ ഒന്ന് ഒതുങ്ങിയെന്നേ ഉള്ളൂ, പതുങ്ങിയെന്നേ ഉള്ളൂ. പാത്ത് ചാടി വീഴുക തന്നെ ചെയ്യും ഈ വസുന്ധര അവളുടെ മേലെ. കൊള്ളാം, ഏട്ടത്തിയുടെ ആഗ്രഹം കൊള്ളാം, മനോഹരമായിട്ടുണ്ട്. ഗൗതമിനെയും പ്രണവിനെയും ഒന്നിപ്പിക്കണം അല്ലേ? ഓ, രണ്ടിനെ ഒന്ന് തല്ലി പിരിച്ചെടുക്കാൻ പെട്ട പാട് നമുക്കല്ലേ അറിയൂ. ആ അതെ അതെ. നോക്ക് ശിവാനി, ഒരിക്കലും പ്രണവ് ഗൗതമിനോട് അടുക്കരുത്. അങ്ങനെ ഉണ്ടായാൽ ഞാനും നീ ഒറ്റപ്പെടും. നിധി പറയുന്നത് ഈ വീട്ടിലെ വേദവാക്യമായി മാറും. ഇനി വിടില്ല ഞാൻ അവളെ. നിന്നെയും CKCയും ജ്യോതിർമയൊക്കെ വിശ്വസിച്ചതാ എനിക്ക് പറ്റിയ അബദ്ധം. ഇനി ഞാൻ തന്നെ കളത്തിലിറങ്ങാൻ പോവാ. ഈ വീട്ടിലെ അവളുടെ തായ്വേരർത്ത് ഞാൻ പുറത്തെറിയും. നോക്കിക്കോ. നീ കഴിച്ചു കഴിഞ്ഞോ പ്രണവേ?